ഹലോ ഓൾ, വെൽക്കം ടു XandY Learning. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓണം എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും നിങ്ങളെല്ലാവരും. അപ്പോൾ അതിൽ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ആണ്. അതായത് പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ചോദ്യങ്ങൾ വെച്ചാൽ ആ ചോദ്യം മാത്രം ചെയ്യുക എന്നുള്ളതല്ല, ആ ഒരു ഏരിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീരീസ് ഓഫ് വീഡിയോസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓരോ ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചെറിയ ചെറിയ വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ പരമാവധി ശ്രദ്ധിക്കട്ടോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എനിവേ ചോദ്യം ഇതാണ്, കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട് ദ പാർട്സ് ദാറ്റ് ആർ നോട്ട് റിലേറ്റഡ് ടു റെറ്റിന ഫ്രം ദ ഫോളോയിങ്. റെറ്റിനയുമായി ബന്ധപ്പെടാത്ത പാർട്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഫോട്ടോ റിസപ്റ്റർ, യെല്ലോ സ്പോട്ട്, കൺജങ്ക്റ്റൈവ, ബ്ലൈൻഡ് സ്പോട്ട്, ഐറിസ്. നമ്മൾ റെറ്റിനയെ കുറിച്ച് നമുക്കറിയാം അല്ലേ. മൊത്തത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല, നമ്മൾ മൊത്തത്തിൽ കണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഏരിയാസ് മൊത്തം ഒന്ന് റിവൈസ് ചെയ്യാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, കണ്ണിന് എത്ര ലെയേഴ്സ് ആണുള്ളത്? മൊത്തത്തിൽ എത്ര ലെയേഴ്സ് ആണുള്ളത്? 3 ലെയേഴ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുറത്തേതാണ്, നടുവിലേതാണ്, ഉള്ളിലേതാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഏറ്റവും ഇന്നർ ആയിട്ടുള്ളതാണ് റെറ്റിന എന്നുള്ളത്. ആ റെറ്റിനയിൽ എന്താണ് കാര്യമായിട്ട് ഉണ്ടാവുക? റെറ്റിനയിൽ എന്തായിട്ട് ഉണ്ടാവുക നമുക്കറിയാം, നെർവ്സ് ആണുള്ളത് അല്ലേ. നെർവ്സ് ആണ്, ഫോട്ടോ റിസപ്റ്ററും അതുപോലെയുള്ള മറ്റ് നെർവ്സ് ആണ് അതിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഫോട്ടോ റിസപ്റ്റേഴ്സ് റെറ്റിനയിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും അറിയാം. കാരണം നമ്മുടെ ലൈറ്റ് അവിടേക്ക് പതിച്ച് അത് ആ റിസപ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇമ്പൾസ് ഫോം ചെയ്ത് ബ്രെയിനിലേക്ക് അയക്കുന്നത്. അപ്പം ഫോട്ടോ റിസപ്റ്റർ ഈസ് ദർ ഇൻ ദ റെറ്റിന. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. യെല്ലോ സ്പോട്ട് എന്താണ്? പ്രത്യേകിച്ച് തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് ആയി തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ, യെല്ലോ സ്പോട്ട് അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് എന്നുള്ളതൊക്കെ. എന്താണ് യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത്? മാക്സിമം വിഷ്വൽ ക്ലാരിറ്റിയുടെ ഏരിയയാണ് യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത്. വെച്ചാൽ അവിടെ കൂടുതൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ടാവും, അവിടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ ഭാഗത്ത് കൂടുതൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ വിഷ്വൽ ക്ലാരിറ്റി മാക്സിമം ആയിരിക്കും. അപ്പോൾ ആ മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി ഉള്ള റെറ്റിനയിലെ ഭാഗം തന്നെയാണ് യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത്. കൺജങ്ക്റ്റൈവ എന്താണ്? കൺജങ്ക്റ്റൈവ റെറ്റിന ലെയറിലുള്ള, അതായത് നമ്മുടെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറിലുള്ളതാണോ അതല്ല ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിലുള്ളതാണോ? നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ലെയറിലുള്ളതാണ്. എന്താണ് ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയാം, അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ആൻറ്റീരിയർ പോർഷനിൽ കോർണിയുണ്ട്, അതല്ലാത്ത ഭാഗത്താണ് നമ്മൾ കൺജങ്ക്റ്റൈവ കാണുന്നത്. ഓക്കെ, അപ്പം കൺജങ്ക്റ്റൈവ എന്തല്ല, റെറ്റിനയിൽ ഉള്ളതല്ല. ബ്ലൈൻഡ് സ്പോട്ട്, വീണ്ടും ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് നമുക്ക് റെറ്റിനയിൽ ഉള്ള ഭാഗം തന്നെയാണ്. എന്താണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്? വിഷൻ ഇല്ലാത്ത പോയിന്റ് അല്ലേ, വിഷൻ ഇല്ലാത്ത പോയിന്റ്. എന്തുകൊണ്ടാണ് അവിടെ വിഷൻ ഇല്ലാത്തത്? നമുക്കറിയാം, നമ്മുടെ ഒപ്റ്റിക് നെർവ് എൻ്റർ ചെയ്യുന്ന സ്ഥലമാണ്. ആ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആർ ആബ്സെന്റ്, അതുകൊണ്ട് അവിടെ ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് അറിയപ്പെടുക. അതും റെറ്റിനയിലെ ഭാഗം തന്നെയാണ്. ഐറിസ് നമുക്കറിയാം, അത് എന്തിൻ്റെ ഭാഗമല്ല, ഈ പറഞ്ഞ റെറ്റിനയുടെ ഭാഗമല്ല. സോ ആൻസർ ഈസ് കൺജങ്ക്റ്റൈവ ആൻഡ് ഐറിസ്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ കണ്ണിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ, അതിൻ്റെ ചിത്രം കാണിച്ച് അതിൽ ഓരോ ഭാഗങ്ങൾ മാർക്ക് ചെയ്യുന്ന കാര്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. അതേപോലെ അതിൻ്റെ ഓരോ ഏരിയാസിനെ പറ്റിയും, അല്ലെങ്കിൽ ഇൻ കേസ് ഇപ്പോൾ ചിലപ്പം റെറ്റിനയിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചതുപോലെ മറ്റുള്ളതിനെക്കുറിച്ച് വേറെ ചോദിച്ചേക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഓഡ് വൺ ആയിട്ടൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ ആ മൊത്തം 3 ലെയേഴ്സും അതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും ഫംഗ്ഷൻസും, അല്ലെങ്കിൽ ആൻറ്റീരിയർ ഭാഗത്തുള്ളത് ഏതൊക്കെയെന്നുള്ളതോ, അല്ലെങ്കിൽ അതിൻ്റെ ലെൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകതകളോ ഒക്കെ പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ നിർബന്ധമായും ഒന്നും നോക്കേണ്ടതാണ്. മറ്റ് നിർബന്ധമായി നോക്കേണ്ടുന്ന ഏരിയാസ് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല രൂപത്തിൽ പ്രിപ്പറേഷൻ നടക്കട്ടെ. നമ്മുടെ ഈ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലുള്ള വീഡിയോസ് പരമാവധി മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.